നമസ്കാരം ശ്രീജിത്ത്. നമസ്കാരം. ശ്രീജിത്ത്, മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സർക്കാരിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് ഹൈക്കോടതിയുടെ വിധി വന്നല്ലോ. അത് വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയിന്മേലായിരുന്നു ആ ഒരു വിധി വന്നത്. എന്തായാലും വഖഫ് സംരക്ഷണ വേദിയുടെ വിജയമാണെന്നും സർക്കാരിന്റെ പരാജയമാണെന്നും ഒക്കെ വിലയിരുത്തലുണ്ട്. സർക്കാർ അപ്പീൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെയാണ് പൊതുവിൽ ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? ലക്ഷ്മി, ഇതിൽ ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഈ ജുഡീഷ്യൽ കമ്മീഷൻ, ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ വരുമ്പോൾ ആ വരുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കകളാണിത്. ഈ കമ്മീഷന് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള നിയമസാധുതയുണ്ടോ എന്നുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം, വഖഫ് നിയമം എന്ന് പറയുന്നത് ഒരു കേന്ദ്ര നിയമമാണ്. ഇറ്റ്സ് എ സെൻട്രൽ ആക്ട്. അപ്പോൾ അത് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട എന്ത് മാറ്റങ്ങളും വരുത്തുന്നതിനുള്ള അധികാരം ഈ നിയമത്തിന് വിധേയമായി മാത്രമേ വഖഫ് ബോർഡുകൾക്ക്, ട്രിബ്യൂണലുകൾക്ക്, അതേപോലെ സംസ്ഥാന സർക്കാരുകൾക്കുള്ളൂ. ഇപ്പം തന്നെ നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ഭേദഗതി കൊണ്ടുവരുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരല്ല, മറിച്ച് പാർലമെൻറ്റാണ്. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമനിർമ്മാണത്തിന് സാധുതയുള്ളൂ, അവർക്ക് മാത്രമേ ഇതിനുള്ള അധികാരമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരു നിയമം പാസ്സാക്കിയതിന് ശേഷം ആ നിയമത്തിൽ എന്തൊക്കെ അധികാരങ്ങളാണോ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്, എന്തൊക്കെ അധികാരങ്ങളാണോ വഖഫ് ബോർഡുകൾക്ക് നൽകുന്നത്, അതിനെ പരിഷ്കരിക്കുന്നതിനുള്ള അവകാശവും അധികാരവും എല്ലാം തന്നെ ഇതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് അഥവാ പാർലമെൻറ്റിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു തർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയാണ് എങ്കിൽ അതിൻ്റെ നിയമന അതോറിറ്റി എങ്ങനെ സംസ്ഥാന സർക്കാരിന് വരും എന്ന കാര്യത്തിൽ ആദ്യം മുതൽ തന്നെ ഒരു വലിയ നിയമപ്രശ്നമുണ്ടായിരുന്നു. ഇൻഫാക്ട് ഇത് വന്നിരുന്ന സമയത്ത്, ഇതിൻ്റെ ഹിയറിംഗ് നടക്കുന്ന സമയത്ത് ഹൈക്കോടതി തന്നെ സംസ്ഥാന സർക്കാരിനോട് ഇത് ചോദിച്ചതുമാണ്. ഇതൊരു കേന്ദ്ര നിയമമല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അധികാരമില്ലാത്ത ഒരു ടെറിട്ടറിയിൽ പോയി നിങ്ങൾ എങ്ങനെയാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് സംസ്ഥാന സർക്കാർ വളരെ വിചിത്രമായിട്ടുള്ള ഒരു മറുപടിയാണ് നൽകിയത്. അതായത് ഇതൊരു ജുഡീഷ്യൽ കമ്മീഷനാണ് എന്നിരിക്കെ തന്നെ ഇതിന് പ്രത്യേകിച്ച് ജുഡീഷ്യലായിട്ടുള്ള അധികാരങ്ങളൊന്നും ഇല്ല എന്നും, ഇത് കേവലം കാര്യങ്ങളെയൊക്കെ ഒന്ന് അസസ് ചെയ്യുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി, എന്നിട്ട് സംസ്ഥാന സർക്കാരിന് ചില നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി സഹായിക്കുന്നതിന് മാത്രമാണ് ഈ CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വളരെ ഇന്നിഫക്റ്റീവായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മീഷനാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ഈ വഖഫ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് അവർക്കാണ് ഇത് കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിന് ഒരു കോടതിയുടെ സ്വഭാവമുണ്ട്. അങ്ങനെ കോടതിയുടെ സ്വഭാവമുള്ള ഈ സെൻട്രൽ ആക്ടിൻ്റെ പരിധിയിൽ വന്നിരിക്കുന്ന വഖഫ് ട്രിബ്യൂണലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത്. അപ്പോൾ നിലവിൽ ഈ തർക്കം എവിടെ ഇരിക്കുകയാണ്? വഖഫ് ട്രിബ്യൂണലിൻ്റെ മുന്നിലിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കോടതികൾ പരിഗണിക്കേണ്ടുന്ന വിഷയമാണ്. അങ്ങനെ കോടതികൾ പരിഗണിക്കേണ്ടുന്ന ഒരു വിഷയത്തിൽ, സബ് ജുഡീസ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അവർക്ക് അധികാരമില്ലാത്ത ഒരു മേഖലയിലേക്ക് പോയിക്കൊണ്ട് ഒരു തർക്കപരിഹാരത്തിനെന്നും പറഞ്ഞിട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയും, എന്നാൽ അത് കേവലം ഇതിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്, ഇതിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനോ ജുഡീഷ്യലായിട്ടുള്ള അധികാരമോ ഇവർക്കില്ല എന്നുമൊക്കെ പറയുന്ന സമയത്ത് ഈ ട്രിബ്യൂണൽ പിന്നെ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രിബ്യൂണലിന് മുന്നിലിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ, സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു വിഷയമായതുകൊണ്ട് തന്നെ അതിൽ എന്തിനാണ് ഒരു കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത് എന്നത് രണ്ടാമത്തെ ചോദ്യമാണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു ചോദ്യം കൂടിയുണ്ട്. അതായത് നിലവിൽ മുനമ്പത്തെ ഭൂമി എന്ന് പറയുന്നത് കോടതികൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് അനുസരിച്ച് വഖഫ് ഭൂമിയാണ്. അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. ഇപ്പോൾ 1968 ഇത് സംബന്ധിച്ച് ഒരു സിവിൽ കോടതിയിൽ നിന്ന് വിധി ഉണ്ടായിരിക്കുന്നത്. ആ വിധി പ്രകാരം ഇത് വഖഫ് പ്രോപ്പർട്ടി തന്നെയാണ്. എന്ന് വെച്ചാൽ അതിലെ ഗവേണൻസിനുള്ള അധികാരം വഖഫ് ബോർഡിനാണ്. അതുമായി ബന്ധപ്പെട്ട എന്ത് തർക്കമുണ്ടെങ്കിലും അത് പരിഹരിക്കേണ്ടത് വഖഫ് ട്രിബ്യൂണലുമാണ്. ഇതേ കാര്യം 7 വർഷങ്ങൾക്ക് ശേഷം 1975 പരിഗണിച്ച് ഹൈക്കോടതി അന്ന് ഈ സിവിൽ കോടതിയുടെ വിധി ശരിയാണ് എന്ന് ശരിവെച്ചതാണ്. അതായത് സിവിൽ കോടതി മാത്രമല്ല, ഹൈക്കോടതി കൂടി കണ്ടെത്തിയിരിക്കുന്നത് മുനമ്പത്തെ ഭൂമി എന്ന് പറയുന്നത് വഖഫ് ഭൂമിയാണ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു മാറ്റം വരുത്താനായിട്ട് സാധിക്കുകയില്ല. ഒപ്പം ഇതിൽ ട്രിബ്യൂണലിൻ്റെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു നിയമനിർമ്മാണം നടത്താനായിട്ട് അധികാരമില്ലാത്ത ഒരു സർക്കാരിന് നിശ്ചയമായിട്ടും കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് സെൻട്രൽ ആക്ടിൽ ഭേദഗതി ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റാണ് നിയമം പാസ്സാക്കേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭേദഗതി നിയമം കൊണ്ടുവന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് മാത്രമേ ഇതിൽ ഈ ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട്, ഇതെങ്ങനെയാണ് വഖഫ് ആക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ സർക്കാർ ഭൂമിയെ വഖഫാക്കി മാറ്റുകയാണെങ്കിൽ അതിനെ പരിഹരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിനെ പറ്റി എല്ലാമുള്ള നിയമനിർമ്മാണം കേന്ദ്ര സർക്കാർ നടത്തുന്നത് അതുകൊണ്ടാണ്. കാരണം അവർക്ക് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് അധികാരം അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിനുള്ള അധികാരമുള്ളൂ.
പക്ഷേ ഇവിടുത്തെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം, സംസ്ഥാന സർക്കാർ ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന വഖഫ് ഭേദഗതി നിയമത്തിനെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ശരിയായിട്ടുള്ള തർക്കപരിഹാരമാണ് ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ CPM-ൻ്റെ ഉദ്ദേശമെങ്കിൽ അവർ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. ഈ മുനമ്പത്തുള്ള 600 ഏക്കറിലുള്ള 400 കുടുംബങ്ങളുടെ അല്ലെങ്കിൽ 400 ഏക്കറിലുള്ള 600 കുടുംബങ്ങളുടെ ആവലാതി പരിഹരിക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം സംസ്ഥാന സർക്കാരിനുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് പാർലമെൻറ്റിൽ ഈ നിയമം പാസ്സാക്കിയെടുക്കുന്നതിന് അവർക്കുള്ള അംഗബലം ഉപയോഗിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ആ രീതിയിലാണോ കാര്യങ്ങൾ പോവുക? ഇത് യാതൊരു വിധത്തിലുള്ള കാര്യവും ഇതിൽ ചെയ്യാൻ പാടില്ല എന്നും കേന്ദ്ര സർക്കാർ ഈ നിയമത്തിനെ പരിഷ്കരിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് മുഖ്യ പ്രതിപക്ഷത്തിനോടുകൂടി ചേർന്നുകൊണ്ട് നമ്മുടെ അസംബ്ലിയിൽ പ്രമേയം പാസ്സാക്കിയിരിക്കുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ അവർക്ക് മുനമ്പം വിഷയം അവിടെയുള്ള ഈ പ്രശ്നം ഉന്നയിക്കുന്ന ഇതിൽ ദുരിതം അനുഭവിക്കുന്ന പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് പരിഹരിക്കാൻ യാതൊരു വിധത്തിലുള്ള താല്പര്യവും കേരള സർക്കാരിനോ ആ സർക്കാരിനെ നിയന്ത്രിക്കുന്ന CPM എന്ന പാർട്ടിക്കോ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായതാണ്. നമ്മുടെ അസംബ്ലിയിൽ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്ത് ചെയ്തു? ഈ തർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു നീക്കുപോക്കിൽ എത്താനായിട്ട് സാധിക്കുമോ എന്നറിയുന്നതിന് വേണ്ടി, അവിടെയുള്ള ആൾക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരെ കുടിയിറക്കാതിരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ എന്തോ കാട്ടിക്കൂട്ടി എന്ന് വരുത്തി തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യാതൊരു വിധത്തിലുള്ള അവകാശ അധികാരങ്ങളും ഇല്ലാത്ത ഒരു കമ്മീഷനെ ഇവിടെ നിയമിച്ചത്. അപ്പോൾ ആ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിധി വന്നതിന് ശേഷം നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ നോക്കൂ. അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയിരിക്കുന്ന പ്രതികരണത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ പ്രശ്നം ആദ്യം തന്നെ അദ്ദേഹം ഉന്നയിച്ചതാണെന്ന്. എന്ന് വെച്ചാൽ നമുക്കിതിനൊന്നും അധികാരമില്ലല്ലോ ഔസേപ്പേ എന്ന് ഇദ്ദേഹം തന്നെ നേരത്തെ ചോദിച്ചതാണ് എന്നുള്ളതാണ്. അങ്ങനെ അധികാരമില്ലാത്ത ഒരു വിഷയത്തിലേക്ക് ഒരു നിയമനിർമ്മാണം നടത്തി മറ്റൊരു ഏരിയയിൽ നിലവിൽ തന്നെ ജുഡീഷ്യൽ കമ്മീഷനായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വന്നിരുന്ന ശ്രീ CN രാമേന്ദ്രൻ നായരെ ഇവിടെ കൊണ്ടുവന്ന് അഡീഷണൽ ചുമതല അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഈ ഒരു വിഷയത്തിനെ ഇപ്പോൾ നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വഖഫ് സംരക്ഷണ വേദി ഹൈക്കോടതിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് തന്നെ ഈ കമ്മീഷൻ അതിൻ്റെ പരിപാടി മുഴുവൻ പൂട്ടിക്കെട്ടി. പിന്നീട് ഒരു അന്വേഷണവും ഒരു പഠനവും അത് നടത്തിയിട്ടില്ല. കാരണം കോടതിയിൽ ജഡ്ജായിരുന്ന CN രാമചന്ദ്രൻ നായർ എന്ന വ്യക്തിക്ക് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാം അദ്ദേഹത്തിനെ ഇതിലേക്ക് നിയമിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് എന്ന്. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഇത് പരിഗണനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇതിൻ്റെ പേരിൽ 1 മണിക്കൂർ ചെലവാക്കിയാൽ പോലും അത് ജസ്റ്റ് വേസ്റ്റ് ഓഫ് ടൈം ആയി പോകും എന്നതിനെപ്പറ്റി അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണയുള്ളതുകൊണ്ട് ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പഠനം നിർത്തി. അപ്പോൾ ഇവിടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഉപദേശം സ്വീകരിക്കാതെ തോന്നുംപടി തോന്നുന്നത് പോലെ ചെയ്തിട്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചത് എന്ന് വളരെ വ്യക്തമാണ്. കാരണം ഇത് പരിഗണിക്കുന്ന സമയത്ത് ഈ വഖഫ് ബോർഡും പ്രദേശവാസികളും തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടാൻ ഈ ജുഡീഷ്യൽ കമ്മീഷന് എന്ത് അധികാരമാണുള്ളത് എന്നുള്ള ഒരു ചോദ്യം ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ചോദിച്ചിരുന്നു ഇത് കേൾക്കുന്ന വേളയിൽ. ആ സമയത്ത് കൃത്യമായിട്ടുള്ള മറുപടി സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നില്ല. അഥവാ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രൊവിഷൻ സംസ്ഥാന സർക്കാരിന് അവകാശം നൽകുന്നുണ്ടായിരുന്നുവെങ്കിൽ അതവിടെ പറയുമായിരുന്നു. അപ്പോൾ 2 കോടതികളുടെ, ഒരു സിവിൽ കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധി അവിടെ നിൽക്കുമ്പോൾ ആ വിധിക്കെതിരായിട്ടുള്ള ഒരു തീരുമാനം, അതായത് ആ വിധിയിൽ പറയുന്നത് എന്താണ്? ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന്. ശരി, ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കണ്ടെത്തുകയാണ് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് നാട്ടിൽ നിലനിൽക്കുന്ന കോടതി വിധികൾക്ക് വിരുദ്ധമാണ്. അങ്ങനെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള 2 തീരുമാനങ്ങൾ എടുക്കാനായിട്ടും അതിൽ കോടതി വിധികളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെ നടപ്പാക്കാനും സംസ്ഥാന സർക്കാരിന് എന്താണ് അവകാശം എന്നൊരു ചോദ്യം കൂടി അന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഈ 2 കാര്യത്തിനും കേരള സർക്കാരിന് ബബ്ബ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉത്തരം. എന്ന് വെച്ചാൽ ഇവർക്കിത് ഫോം ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു വഖഫ് എന്ന് പറയുന്ന വിഷയം തീർപ്പ് കൽപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്, സംസ്ഥാനത്തിന് അധികാരമില്ല, ഇത് സബ്ജുഡീസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, ഇതിലൊരു നിയമനിർമ്മാണം നടത്താൻ പോലുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിന് ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് മാർഗനിർദ്ദേശം നൽകുന്നതിൻ്റെ രീതിയിൽ ഒരു പഠനം നൽകുന്നതിനായിട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുക? അപ്പോൾ നിങ്ങൾക്ക് അധികാരമുള്ള വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല, മറിച്ച് അധികാരമില്ലാത്ത വിഷയങ്ങളിലേക്ക് ഇടപെടാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പല വിഷയങ്ങളിൽ ഇതേ ആറ്റിറ്റ്യൂഡ് സംസ്ഥാന സർക്കാർ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പൗരത്വ ഭേദഗതി വിഷയം. അതായത് ഒരാളിന് പൗരത്വം നൽകുകയോ ഒരാളിൻ്റെ പൗരത്വം റദ്ദാക്കുകയോ ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അവകാശവും ഇല്ലാതിരിക്കെ അത് പൂർണ്ണമായും കേന്ദ്ര ലിസ്റ്റിലുള്ള കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പാർലമെൻറ്റ് അധികാരം അല്ലെങ്കിൽ തീരുമാനമെടുക്കേണ്ടുന്ന ഒരു വിഷയമാണ് എന്നിരിക്കെ ഇവിടെ ആർക്കും ഞങ്ങൾ പൗരത്വം നൽകില്ല, ഇവിടെ ആൾക്കാരുടെ പൗരത്വം കളയാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല, ആ നിയമം ഈ നാട്ടിൽ നടപ്പാക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാകില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത് പമ്പര വിഡ്ഢിത്തമാണ്. കാരണം ഇവർക്ക് അധികാരമില്ല. ആരും ഒരുപക്ഷെ അതിന് കേസിന് പോയിട്ടില്ലാത്തത് കൊണ്ട് സംസ്ഥാന സർക്കാർ കോടതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആരെങ്കിലും ഒരു പൊതു താല്പര്യത്തിൽ സംസ്ഥാന സർക്കാർ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കോടതിയിൽ പോയിരുന്നെങ്കിൽ കോടതി അന്ന് ചോദിക്കുമായിരുന്നത് ഇതേ ചോദ്യമാണ്.
ഇത് കേന്ദ്ര ലിസ്റ്റിലുള്ള വിഷയമാണ്, അത് നടപ്പാക്കില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരമെന്ന് ചോദിക്കുമ്പോൾ അവിടെയും സംസ്ഥാന സർക്കാരിൻ്റെ മറുപടി എന്ന് പറയുന്നത് ബബ്ബബയായിരിക്കും. ഇനി സംസ്ഥാന സർക്കാരിന് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന ഒരു ചോദ്യം കൂടി ഇത് കേൾക്കുന്ന വേളയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ചോദിച്ചിരുന്നു. കൃത്യമായി പഠിച്ചിട്ടാണോ നിങ്ങൾ ഈ കമ്മീഷനെ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് നിയമം കൃത്യമായിട്ട് അറിയാവുന്ന ഏതൊരാളും ഈ രീതിയിലത്തേക്കുള്ള ഒരു നിയമോപദേശം കൊടുക്കില്ല. അപ്പോൾ സർക്കാർ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. ആ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ബില്ല് പുതുതായിട്ട് വന്നിരിക്കുന്ന ഭേദഗതി എന്ന് പറയുന്നത് പെൻഡിംഗ് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ഇതിലേക്ക് ചെയ്തു വരുത്തി എന്ന രീതിയിലത്തേക്ക് കാണിച്ചു കൂട്ടുന്നതിന് വേണ്ടി നിയമനിർമ്മാണം പാസ്സാക്കാനായിട്ട് കഴിയില്ല എന്നിരിക്കെ ഈ പുതിയ ഭേദഗതിയെ പിന്തുണയ്ക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് അസംബ്ലിയിൽ പ്രമേയം പാസ്സാക്കിയിരിക്കെ ഈ തർക്കപരിഹാരത്തിനായിട്ട് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ അങ്ങ് വെച്ചു. അല്ലാതെ ഒന്നും ചെയ്തില്ല. അന്ന് കോടതി തന്നെ വളരെ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിരുന്നു, പകരം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അതായത് വളരെ സിമ്പിളാണ് ലക്ഷ്മി. സിവിൽ കോടതി, അതിന് മുകളിൽ ഹൈക്കോടതി, ഈ രണ്ട് കോടതികളും ഈ കാര്യം വഖഫ് ഭൂമിയാണ് എന്ന് കണ്ടെത്തിയാൽ പിന്നെ അതിനെ ചലഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതിയിൽ പോകണം, അല്ലെങ്കിൽ മേൽക്കോടതി എന്ന് പറയുന്ന, ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ആണെങ്കിൽ ഡിവിഷൻ ബെഞ്ച് എന്ന് പറയുന്ന അർത്ഥത്തിൽ മേൽക്കോടതിയിലേക്ക് പോവുക, അതല്ലെങ്കിൽ സെൻട്രലി ഒരു നിയമം ഉണ്ടാവുക. ഇത് രണ്ടുമല്ലാതെ ഇതിന് ശാശ്വത പരിഹാരം എന്നൊന്നില്ല. അപ്പോൾ അതിന് പോകുന്നതിന് പകരം ഇതിനെക്കുറിച്ച് യാതൊന്നും മനസ്സിലാക്കാതെ അഥവാ മനസ്സിലാക്കിക്കൊണ്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തട്ടിക്കൂട്ടിയ ഒരു കമ്മീഷൻ മാത്രമായിരുന്നു വിഴിഞ്ഞം കമ്മീഷൻ, മുനമ്പം കമ്മീഷൻ. അതുകൊണ്ട് തന്നെ ആ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള സാധുതയുമില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ചികിട്ടത്ത് കിട്ടിയിരിക്കുന്ന അടിയാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം ഇവിടെ ബ്ലേറ്റന്റ് വയലേഷൻ ഓഫ് ലോയാണ്, നിയമത്തിൻ്റെ കൃത്യമായിട്ടുള്ള വയലേഷനോട് കൂടിയിട്ടാണ് ഈ കമ്മീഷനെ രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന് നിയമസാധുതയേ ഇല്ല എന്നാണ്. അതുകൊണ്ട് ഇങ്ങനെ റിട്ടയർഡ് ആയിട്ടുള്ള ജസ്റ്റിസുമാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സമയം മെനക്കെടുത്തിച്ചുകൊണ്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയിലേക്ക് ഇനിയെങ്കിലും സംസ്ഥാന സർക്കാർ പോകാതിരിക്കുക എന്നുള്ള ഒരു നല്ല പാഠം ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് സർക്കാരിന് കഴിഞ്ഞാൽ ഇനിയും മറ്റുള്ള സമാനമായിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ടാക്കുന്ന സമയത്ത് വീം പഠിക്കുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും പൊതുജനങ്ങളെ വെറുതെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നതിൽ നിന്ന് പിന്തിരിയുന്നതിനും കാരണമാകും എന്ന് മാത്രമേ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.